ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കുക്കർ ബിരിയാണി വെച്ചാലോ? വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിലൊരു കുക്കർ ബിരിയാണി വെക്കാം. അതിനാദ്യം ഞാൻ അടുപ്പത്ത് കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് അതിലേക്ക് തക്കാളി, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിനയില, ചപ്പ് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റണം കേട്ടോ. ആ വഴറ്റലിലാണ് അതിൻ്റെ ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ചേർത്തിട്ടും വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ചിക്കനിൽ. ആ മസാല പുരട്ടിയ ചിക്കനകത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര്, ഇവയൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ മസാല എത്ര വേണമെന്ന് വെച്ചാൽ അത് ചേർക്കുക, ഇടുക. നമുക്ക് പെട്ടെന്നൊരു കൊതിയെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തിന്നാം. അങ്ങനെ ഒരു ബിരിയാണി. പെർഫെക്റ്റ് ബിരിയാണിയല്ല, പക്ഷെ എന്നാലും നമ്മുടെ കൊതി മാറ്റാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. ഒരു ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് വെള്ളം തന്നെ, തിളപ്പിച്ച വെള്ളം ഒഴിച്ച് അരിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ചെറുങ്ങനെ ഒരു തിള വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ചില ദിവസങ്ങളിൽ നമുക്കൊരു ചെറിയ പൂതിയെല്ലാം ഉണ്ടാകുകയല്ലേ, ഒരു ബിരിയാണി കഴിക്കണോ എന്നല്ലോ ആയിട്ട്. എനിക്ക് ഇന്നൊരു നല്ലൊരു പൂതി ഇളകി. നല്ല വാഴയിലയിൽ ചോറ് നിരത്തി അതിൽ കുറച്ച് കച്ചമ്പർ, പൊരിച്ച ചിക്കൻ, അച്ചാർ ഇവയെല്ലാം കൂട്ടി കഴിക്കാൻ. ഇത് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിന്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്.